إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ആളുകളൊന്നുകൂടി ഒന്ന് കയറിയിരുന്ന് മുന്നിലൊക്കെ കുറെ ഒഴിവിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ പുറകിൽ കുറെ ആളുകൾ പ്രയാസപ്പെടുന്നു. സഫൊക്കെ ഒന്നുകൂടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നന്നാവും. ബറക്കല്ലാഹു ഫീക്കും. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കാര്യം നിർവഹിക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഒന്ന് നമ്മുടെ ഇഖ്ലാസും രണ്ടാമത്തേത് നമ്മുടെ പ്രമാണവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയുമാണ്. ചിലർ കർമ്മങ്ങൾ ചെയ്യും, പ്രമാണം ഉണ്ടാവില്ല, ഇഖ്ലാസ് ഉണ്ടാവും. ചില ആളുടെ കയ്യിൽ പ്രമാണങ്ങൾ ഉണ്ടാവും, പക്ഷേ ചെയ്യുമ്പോൾ ഇഖ്ലാസ് ഇല്ലാതെ പോകും. രണ്ടായാലും അതിലെ പോരായ്മകൾ നികത്താതിരുന്നാൽ അത് നിഷ്ഫലമാകുമെന്നാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിയും ഇഖ്ലാസോടെയും കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്കാണ് നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം അള്ളാഹുവിന്റെ മഹനീയമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും എന്നാൽ പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത കുറെ കാര്യങ്ങളും ഈ മാസത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. മാനവരിൽ മഹോന്നതന്മാരായ റസൂലുമാർ, നബിമാർ എല്ലാവരും ഒരേപോലെ
പരിഗണിക്കപ്പെട്ടവരോ ഒരേ ദറജയിലുള്ള ആളുകളോ അല്ല എന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയിൽ അവർക്കൊക്കെ ലഭിച്ച മുഅ്ജിസത്തുകളിലൊക്കെ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും വൈവിധ്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ട്. തിൽക റുസുൽ ഫളൽനാ ബഅ്ദഹും അലാ ബഅ്ദിൻ മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅ്ദഹും ദറജാത്ത്. റസൂലുകൾ അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അവരിൽ അള്ളാഹുവുമായി സംസാരിച്ചവരുണ്ട്. അവരിൽ ചിലരെ അള്ളാഹു പല പദവികൾ ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തരായ രൂപത്തിലാണ് റസൂലുമാരെ നമ്മിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ നബിമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ടവരാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഖതമിൻ നബി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. സൂറത്ത് സബയിലെ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റസൂലരെ താങ്കളെ മാനവർക്ക് മനുഷ്യർക്കാകമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷമുള്ള ആളുകളിലേക്കൊക്കെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന റസൂലാണ് താങ്കൾ. അവർക്ക് താങ്കൾ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ അറിയിക്കുക, നരകത്തെക്കുറിച്ച് അതിന്റെ ഭയാനകതയെക്കുറിച്ച് താക്കീത് നൽകുക, രക്ഷകളെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ചൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക. വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷെ പല ആളുകളും ഈ ദൗത്യത്തെക്കുറിച്ച് പലപ്പോഴും വിസ്മരിച്ചു കളയുന്നു. അവർ അശ്രദ്ധയിലാണ്, അറിവില്ലാത്തവരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ റസൂലുമാരെ ശ്രേഷ്ഠരാക്കിയതുപോലെ അവർക്കൊക്കെ ചില പദവികളൊക്കെ നൽകിയതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഒരുപോലെയല്ല. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും ഒരേ പദവിയിലുള്ളതല്ല, ഒരേ പവിത്രമാക്കപ്പെട്ട പോലെയല്ല. അതുപോലെ തന്നെ ചില സമയങ്ങൾ ഒരേപോലെയല്ല. ചിലതിനേക്കാളൊക്കെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. 12 മാസങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ 4 എണ്ണം പവിത്രമാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം, അതുപോലെ തന്നെ റജബ് മാസം എന്നിവ വളരെ പവിത്രമായ മാസങ്ങളായിട്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്ക് റമദാൻ മാസം അള്ളാഹു ഉത്കൃഷ്ടമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിന് നോമ്പ് നിർബന്ധമാക്കി, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് നമുക്കറിയാം. ദുൽഹിജ്ജ മാസം എടുത്താൽ തന്നെ അതിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പുണ്യമുള്ള പ്രതിഫലാർഹമായ ദിനങ്ങളായി ദീൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മുഹറം മാസം എടുത്തു നോക്കിയാൽ അതിലെ 9-10 ദിവസങ്ങൾ വളരെ പ്രത്യേകമായി പറഞ്ഞു, പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പുണ്യമാണ് എന്ന് നമ്മളോട് പഠിപ്പിച്ചു. എല്ലാ അറബി മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങൾ വളരെ പുണ്യമുള്ള ദിവസങ്ങളായി പഠിപ്പിച്ചു. അന്ന് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പനയുണ്ടായി. അപ്പൊ സവിശേഷ ദിവസങ്ങൾ, അതുപോലെ തന്നെ അതിൽ എന്ത് ചെയ്യണമെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുൽഹിജ്ജ 9 അല്ലെ അറഫ ദിനത്തിൽ അത് നമ്മൾ പ്രത്യേകമായ ഒരു ദിവസമായി പരിഗണിക്കുന്നു. ഹാജിമാരല്ലാത്തവരൊക്കെ അന്ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാധ്യമാകുന്നവരൊക്കെ അന്ന് നോമ്പെടുക്കുന്നു, അതിന്റെ പുണ്യം കരസ്ഥമാക്കുന്നു. ആഴ്ചയിൽ മഹത്വമേറിയത് ഏത് ദിവസത്തിനാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമുക്ക് തെളിവാണ്. ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസ് യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്നാണ് സൃഷ്ടിച്ചത്, അവരെ അന്നാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. മറ്റ് 2 ദിവസങ്ങളെ പറ്റി എടുത്തു പറയുന്നത് ഒന്ന് തിങ്കളും വ്യാഴവുമാണ്. എന്താണ് ഈ 2 ദിവസത്തെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം, ذاك يوم ولدت فيه ويوم بعثت أو أنزل علي فيه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അവിടത്തേക്ക് വഹി ലഭിച്ചത്. പ്രവാചകനായി നുബുവത്ത് ലഭിച്ച ദിവസവും തിങ്കളാഴ്ചയാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പൊ ഈ തിങ്കളാഴ്ച ദിവസം എന്താണ് ചെയ്യേണ്ടത്? അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു. സുന്നത്ത് നോമ്പുണ്ട്, നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അതുപോലെ നോമ്പുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അന്നും നോമ്പ് അനുഷ്ഠിക്കാവുന്ന ദിവസമാണ്. എല്ലാ ദിവസവും നോമ്പില്ല, പക്ഷേ സ്പെഷ്യലാക്കി പറഞ്ഞ ദിവസങ്ങളാണിത്. ഈ തിങ്കളും വ്യാഴവും പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു കാര്യം, അതിന്റെ ശ്രേഷ്ഠത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅമാലു യൗമുൽ ഇസ്നൈൻ വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വൈം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ കാണിക്കപ്പെടുന്നത്. എന്റെ റബ്ബിന്റെ അടുക്കൽ എന്റെ കർമ്മങ്ങൾ കാണിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നതാണ്. മാത്രമല്ല, വളരെ സങ്കടകരമായി നമ്മിലേക്ക് വരുന്ന വർത്തമാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്, റസൂലിന്റെ വഫാത്ത് എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ 12-ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്നും നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ചരിത്രപരമായി നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു ദിവസമാണ് അത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. റബീഉൽ അവ്വൽ 8-നാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വൽ 9-നാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വൽ 12-നാണെന്ന് പറഞ്ഞവരുണ്ട്, റബീഉൽ അവ്വൽ 17-നാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നവർ മനസ്സിലാക്കിയത്. മാത്രമല്ല, റമളാനിലാണെന്നും സഫറിലാണെന്നും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. കൃത്യമല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ തന്നെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആ രാത്രിയേക്കാൾ മികച്ച രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണ് എന്ന് പുതിയ പ്രസംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദറിനേക്കാൾ ഉത്കൃഷ്ടമായ, ശ്രേഷ്ഠകരമായ, പുണ്യമായ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ രാത്രിയാണ് എന്ന് പുതിയ ഫത്വകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്ത് പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു തന്നു എന്നിടത്ത് നമ്മൾ കൃത്യമായി ദീനിന്റെ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നതാണ്. രാത്രിയുടെ തന്നെ അവസാന സമയം, നേരം വെളുക്കുന്നതിന്, തഹജ്ജുദിന്റെ അല്ലെങ്കിൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒക്കെ മുന്നേ ഉള്ള ഒരു സമയം, ആ സമയം പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വെള്ളിയാഴ്ച ദിവസത്തെ ഒരു സമയമുണ്ട്. ആ സമയവും വിശ്വാസിയുടെ മുഅ്മിനിന്റെ പ്രാർത്ഥനയും ഒരു സമയത്ത് യോജിച്ചു വന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ദുൽഹിജ്ജയുമായി അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു കലണ്ടർ വേണമെന്ന ചർച്ച വന്നപ്പോ ഏത് മാസമാണ്, ഏത് സന്ദർഭമാണ് പരിഗണിച്ചത്? റബീഉൽ അവ്വൽ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പല ചർച്ചകളും അവരിലേക്ക് വന്നു. പക്ഷെ അവസാനം അവർ ഹിജ്റ പോയ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ എന്ന ഒരു ഹിജ്റ കലണ്ടറിനെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ സവിശേഷമായതെല്ലാം ആ ദിവസത്തിൽ എന്തെല്ലാം പ്രാധാന്യപൂർവ്വം നിർവഹിക്കണം എന്നീ കാര്യങ്ങളെല്ലാം മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെയാണ് പ്രിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ആദരിക്കണം, അവിടെ എത്രത്തോളം ബഹുമാനിക്കണം എന്നതൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിൽ ഒന്ന് ചേർത്തി മനസ്സിലാക്കേണ്ടത്, സ്നേഹം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എത്രയാണ് പാടുള്ളത്, അതിന്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അത് പാടുള്ളൂ എന്നുള്ളതാണ്. ദീനിന്റെ വിഷയത്തിൽ ഒന്നിലും അതിര് കവിയൽ ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഉലൂവ്, ഒരു ഓവർ ഭക്തി, ഒരു ഓവറായിട്ട് ചെയ്യാം, അത്തരം കാര്യങ്ങൾ ആവശ്യമില്ല എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂൽ പറഞ്ഞു, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ ഫൈനമാ ഹലക മൻ കാന ഖബലകും. നിങ്ങൾ ഉലൂവിനെ, ഒരുതരം അതിര് കവിയല്ല, നിങ്ങൾ നന്നായി സൂക്ഷിക്കണം.
നിങ്ങളുടെ മുൻഗാമികൾ പലരും നശിച്ചുപോയത് ഇങ്ങനെ ഓവറായതിന്റെ പേരിലാണ്. ദീൻ ഓവറായിട്ട് കാണിക്കുക, അമിത ഭക്തി പ്രകടിപ്പിക്കുക, ദീനിന്റെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കി തീർക്കുക, ഇങ്ങനെയൊക്കെയാണ് പല ഉമ്മത്തും നശിച്ചുപോയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്ന കാര്യം പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റുനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തി പ്രശംസിച്ച പോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കരുത് എന്ന് പഠിപ്പിച്ചു. ഇതിനർത്ഥം റസൂലുള്ളാഹിനെ ആരും പറയണ്ട, അവിടുത്തെ മദ്ഹ് പറയണ്ട, അവിടുത്തെ ഓർക്കണ്ട, സ്വലാത്ത് ചൊല്ലണ്ട എന്നൊക്കെയാണോ? അല്ല, അതിന്റെ ഒരു ലെവലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തി, അവർ വാഴ്ത്തി, അവരെ ബഹുമാനത്തിന്റെ അളവ് കൂട്ടി, അവസാനം എന്തായി? അള്ളാഹുവിന്റെ ദർജയിലേക്ക് അവര് ഒരു നബി ഉയരുന്ന തരത്തിലേക്ക് അവർ കൊണ്ടുപോയി. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നമാന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫയഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹു അബ്ദുല്ലാഹ് വറസൂലുഹു, അള്ളാഹിന്റെ അടിമയും അവിടുത്തെ തിരുദൂതനുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അതിനപ്പുറത്തുള്ളതൊന്നും നിങ്ങൾ പറയരുത്, വാഴ്ത്തരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മോട് പറഞ്ഞു, എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടത്തേക്ക് വേണ്ടി സ്വലാത്തും സലാമും വർഷിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലാത്ത ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ അതിന്റെ ഗൗരവത്രയാണ്, വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരത്തിൽ സ്വലാത്ത് വിട്ടുപോയാൽ നമ്മുടെ നമസ്കാരം സ്വീകാര്യമാവൂല എന്നുള്ളതാണ്. അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നന്മകൾ, റസൂലിന്റെ നന്മകൾ നമ്മൾ പിൻപറ്റുക, അത് പ്രചരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സമാഇ വൽ അർള്, ഒരാളുടെ പ്രാർത്ഥന ആകാശങ്ങളുടെയും ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും, പിടിച്ചു നിർത്തപ്പെടും. എന്തുകൊണ്ടാണത്? ലാ യസ്അദു മിൻഹു ശൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതെ പോകും, അതങ്ങനെ ഉയർത്തപ്പെടൂല എന്നുള്ളതാണ്. അത്രമേൽ പ്രാധാന്യം സ്വലാത്തിനും സലാമിനും ഉണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രമാത്രം ആദരവ് ലഭിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പല നാടുകളിലേക്കും പറഞ്ഞയക്കുന്നുണ്ട്. അദ്ദേഹം ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് തിരിച്ചു വരികയാണ്, മദീനയിലെത്തി. അതുപോലെ തന്നെ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പേർഷ്യയിൽ നിന്ന് തിരിച്ചു മദീനയിലെത്തി. അപ്പൊ സിറിയയിലും പേർഷ്യയിലും ഒക്കെ ഇവർ സഞ്ചരിച്ചപ്പോ അവിടുത്തെ ആളുകള്, അവിടുത്തെ രാജാക്കന്മാര് വലിയ വലിയ ആളുകളെയൊക്കെ പദവികളിലൊക്കെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് അവർ കണ്ടു. അപ്പൊ അവർക്ക് തോന്നി, ഈ മനുഷ്യന്മാരൊക്കെയാണല്ലോ ആൾക്കാർ സുജൂദ് ചെയ്യണത്, സുജൂദ് ചെയ്യാൻ ഒരു അർഹത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റസൂലിനേക്കാൾ അർഹത ഉള്ളത് വേറെ ആരാളുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ച് മദീനയിലെത്തിയപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയപ്പോ പ്രിയ റസൂലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു ചോദിച്ചത്, ചെയ്യാൻ പാടില്ല, ഫലാ തഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവർ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയ നാട്ടിലൊക്കെ ഇങ്ങനെയാണ്, റസൂലിനെ അങ്ങേയേക്കാൾ പിന്നെ ആരാണ് ഞങ്ങൾ സുജൂദ് ചെയ്യുക? അതൊരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്ന വലിയൊരു വിനയം, ഒരു ഭക്തി കാണിക്കാൻ വേണ്ടി ചെയ്യാൻ, ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടി ചെയ്യാൻ. റസൂലുള്ളാഹി അത് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടികൾക്ക് മുമ്പിലല്ല, ഒരു സൃഷ്ടിയുടെയും മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. അവിടെയാണ് ആ ഹദീസ് പഠിപ്പിച്ചത്. ആർക്കെങ്കിലും മനുഷ്യർക്ക് മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ എന്ന് പറയുമായിരുന്നു എന്നാണ്. പക്ഷെ പറഞ്ഞില്ല. അത് തെറ്റാണ്, ശിർക്കിന്റെ അംശം കലർന്നു വരും എന്നതുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക, അവിടത്തേക്ക് ഇബാദത്ത് എടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ ഒരു സദസ്സിലേക്ക് വന്നു. ആ മജ്ലിസിലേക്കാണ് വന്നിരുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ കുട്ടികൾ പാട്ടുപാടി. ആ പാട്ടുപാടി വരവേൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ ഒരു വരി കൂടി ചേർത്ത് പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങൾക്കൊരു നബിയുണ്ട്, നാളെയെ കുറിച്ച് അറിയുന്ന, ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഒരു നബി ഞങ്ങൾക്കുണ്ട് എന്ന് ചേർത്ത് പാടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കുളിരുകൊണ്ടിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ തഖൂലി ഹകദ, അപ്രകാരം നിങ്ങൾ പറയരുത്. വഖൂലി മാ കുൻതി തഖൂലി, മുമ്പ് പാടിയതുപോലെ നിങ്ങൾ പാടിക്കോളി, പക്ഷേ
ഇത് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഖുൽ റസൂലരെ താങ്കൾ മനുഷ്യരോട് പഠിപ്പിച്ചു കൊടുക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ വേറൊരാൾക്കും അല്ലാഹല്ലാത്ത ഒരാൾക്കും അറിയുകയില്ല എന്ന് കൃത്യമായി ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ റസൂലിനെ പറ്റി അത് അറിയുമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് തിരുത്താണ്. അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബകമെന്നോവർ വഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി തആല. അദ്ദേഹം വളരെ ആദരവാക്കപ്പെട്ടൊരു പണ്ഡിതനാണ്. വലിയ നേതൃത്വം വഹിച്ച ഉമ്മത്തിന്റെ മുന്നിൽ നടന്ന നേതാവാണ്. ഒരു അമീറായി കാണേണ്ട ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ കെട്ടിയുണ്ടാക്കി. എന്നുണ്ടാക്കിയത്? ആളുകളുടെ കൽബ് അറിയുന്ന കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. കുപ്പിക്കകത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സ് കാണാനുള്ള കഴിവ് അവർക്കുണ്ട് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നാളെ പറ്റി അറിയുന്ന ഒരു റസൂലാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഇല്ല, എനിക്കത് അറിയില്ല, അങ്ങനെ പറയാനും പാടില്ല, അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും അതറിയില്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്ത് എങ്ങനെയാണ് ഈ വഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹി തആലയുടെ പേരിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയുമ്പോ അത് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ബഹുമാനം നമുക്കില്ലേ? അതുണ്ടാവുകയും വേണം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അമീറായി കടന്നുപോയ നേതാവാണ്. അല്ലാഹു തആല അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, തെറ്റായ കീഴ്വഴക്കങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദ നസറാക്കളുടെ അമ്പിയാക്കളുടെ ഖബറിനെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി, ആഘോഷിക്കുന്ന ഉറൂസുകളുടെ സ്ഥലങ്ങളാക്കി, അതുപോലെ എന്റെ ഖബറിനെ നിങ്ങൾ ആക്കരുതേ എന്ന് പ്രിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു. അതിന്റെ ഗൗരവമാണ്. ഖബറിടെന്ന് പറയുന്നത് അത് ആരാധിക്കപ്പെടുന്ന സ്ഥലമല്ല, ആഘോഷങ്ങളാക്കേണ്ട സ്ഥലമല്ല. എന്റെ ഖബറിനെ നിങ്ങൾ ആക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കരുത്. കാരണം യഹൂദന്മാരും നസറാക്കളും ഒക്കെ അവരുടെ അമ്പിയാക്കളെ, പൂർവികരായി കടന്നുപോയ നബിമാരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മന്ദിരമായി എന്റെ ഖബറിനെ നിങ്ങൾ ആക്കി തീർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൗമ് അതിര് വിടുവോ, അതിര് കവിഞ്ഞു പോകുമോ എന്ന് ഭയന്നിട്ടാണ്, ശിർക്ക് വരുമോ എന്ന് ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. റസൂൽ പറഞ്ഞു, യഹൂദന്മാരെയും നസറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ മേലെ പള്ളിയാക്കി മാറ്റി, അവിടെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി, അവിടെ പോയി സുജൂദ് ചെയ്യുന്ന സന്ദർഭങ്ങളാക്കി, അവിടെ കാണിക്കയും നേർച്ചയും ഒക്കെ നൽകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കി, പൂജയും നേർച്ചയും വഴിപാടും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളാക്കി, അവിടെ ചെന്ന് അവരോട് പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് അവർ ആരാധനാമൂർത്തികളായി വാഴ്ത്തപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാന്മാരാണ് എന്ന പേരിൽ, സിദ്ധന്മാരാണ് എന്ന പേരിൽ, ഔലിയാക്കളാണ് എന്ന പേരിൽ. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഖബർ നിങ്ങൾ അങ്ങനെ ആക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്ത് സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന റൂസുകൾ, മഖബറകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആണ്ടർദികളൊക്കെ ആഘോഷിക്കാൻ കഴിയാം, പോകാൻ കഴിയാം? നമുക്ക് സാധിക്കുമോ? റസൂലുള്ള പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. അങ്ങനെ മറിച്ച് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബറുകൾ, ഉറൂസുകൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂലുള്ള പറഞ്ഞു, ലാ തജ്അലൂ ഖബ്രി ഈദ, എന്റെ ഖബർ സ്ഥലത്ത് നിങ്ങൾ ആഘോഷം ഉണ്ടാക്കരുത് എന്നാണ്. അവിടെ ആഘോഷം നടത്തുന്ന രൂപം ഉണ്ടാകരുത്. ചേർത്ത് പറഞ്ഞു, വലാ ബുയൂത്തുക്കും ഖുബൂറ, നിങ്ങളുടെ വീടകങ്ങളെ നിങ്ങളെ ഖബർ പോലെ ആക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആൻ പാരായണം ഉണ്ടാകണം, ദീനിന്റെ കാര്യങ്ങൾ ഉണ്ടാകണം, ഇബാദത്തുകൾ ഉണ്ടാകണം. അതൊരു ഖബർ പോലെ അങ്ങനെ ഒരു വിജനമായ ഒരു സ്ഥലം പോലെ ആക്കിയിടരുത്. അവിടെ അനക്കങ്ങൾ ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ്. ശേഷം പറഞ്ഞു, വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തും സലാമും നിങ്ങൾ വർദ്ധിപ്പിക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പിൻപറ്റേണ്ടത്. അവിടത്തേക്ക് സ്വലാത്തും സലാമും നമ്മൾ വർഷിപ്പിക്കുക. കാരണം അല്ലാഹുവും അവിടുത്തെ മലായിക്കത്തുകളും ഒക്കെ അവിടുത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികത
മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് നമ്മളും ആ പ്രവാചകന്റെ സുന്നത്തുകളെ പിന്തുടരുക, വിദ്യാർത്ഥികളെ നമ്മൾ വെടിയുക, എന്തിനും നമ്മൾ ഒരു പ്രമാണത്തെ പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ നന്നായി പഠിക്കുകയും അത് കൃത്യമായി മനസ്സിലാക്കി മാതൃകാപരമായ ഒരു ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സുന്നത്തുകളെയൊക്കെ ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജീവിത വഴി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റസൂലിന്റെ ജീവിതം, സുന്നത്തുകൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഞാൻ പഠിപ്പിച്ചു തന്നൊരു കാര്യം, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം, ദുനിയാവിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് ഓരോ സന്ദർഭവും സാഹചര്യമൊക്കെ മനസ്സിലാക്കി അതിൽ എക്സ്പേർട്ടായ ആളുകളോട് ചോദിക്കണം എന്നാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള ആളുകളോട് ഉപദേശം തേടിയിട്ടാണ് ചെയ്തത്. യുദ്ധസന്ദർഭങ്ങള്, കൃഷി ഇറക്കിയ സന്ദർഭങ്ങള്, മറ്റു സന്ദർഭങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഭൗതികമായ വളർച്ചയിലും പുരോഗതിയിലൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ മതപരമായ പുണ്യമുണ്ട് എന്ന് പറയുന്ന സ്വർഗം കരസ്ഥമാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പുതിയൊരു കാര്യം നമ്മുടെ തോന്നൽ കാലികമാക്കാൻ വേണ്ടി നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്കൊക്കെ അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ഈ ദീന് പൊളിഞ്ഞു പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ് എന്നതാണ് ഇസ്ലാം പ്രമാണപരമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകളെ, വിദ്യാർത്ഥികളെ, വൃത്തികേടുകളെ റഹ്മാനും റഹീമുമായ നാഥ നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. നന്മയുടെ വഴികളിലേക്ക് ഞങ്ങളെ വഴി നടത്തുകയും ആ നന്മയുടെ പര്യവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് വഴിയും വെളിച്ചവും കാണിച്ചു തന്ന ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മുൻഗാമികൾ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗങ്ങൾ കാരണം, മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ മാറാരോഗങ്ങൾ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. പലരും ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്ര
യാത്രകളിലുമൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ادخلنا الجنة مع الأبرار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.